പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക്, തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ എന്നും പറയുന്നൊരു കാര്യം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. അതായത്, വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് അവർ ഓൺ തോട്ട്സ്. അതെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ചിന്തയിൽ ഉരുത്തിരിയുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മളെന്താണോ നമ്മുടെ ചിന്തയിലേക്ക് വരുത്തുന്നത്, ചിന്തിക്കുന്നത്, ജീവിക്കുന്നത്, ആ ചിന്തയിലൂടെ ഉരുത്തിരിയുന്ന നല്ലതോ ചീത്തയോ ആയ ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉരുത്തിരിയുന്ന ചിന്തകൾ ത്യജിച്ചും പുറത്തും സഹിച്ചും, കാരണം അതിൽ നല്ലതും ചീത്തയും എല്ലാം ഉണ്ടാവും. അതിനെ എല്ലാം സ്വീകരിക്കുകയും ത്യജിക്കുകയും വേണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ വേണ്ടുന്നത് വേണ്ടതുപോലെ ഉചിതമായി സ്വീകരിച്ചും ത്യജിച്ചും സഹിച്ചും എങ്ങനെ പലതിലൂടെയും കടന്ന് ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതം എന്ന ഒരു നല്ല യാഥാർത്ഥ്യത്തെ സുന്ദരവും മനോഹരവും സ്വസ്ഥവും ആക്കാൻ പറ്റുന്നത്. എല്ലാം സഹിക്കാനുള്ള ഒരു ഊർജം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ട്. പക്ഷേ അത് നമ്മൾ പ്രാവർത്തികമാക്കാത്തത് കൊണ്ട് മാത്രമാണ് അങ്ങനെ എല്ലാം നമുക്ക് സഹിക്കാനും പൊറുക്കാനും പറ്റാത്തത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഓരോരുത്തരും ഓരോന്ന് കാണുമ്പോഴും കേൾക്കുമ്പോഴും അതിൻ്റേതായ നല്ല ഫലങ്ങളും ചീത്ത ഫലങ്ങളും എല്ലാം മനസ്സിലാക്കി ജീവിക്കണമെങ്കിൽ ആ ഒരു ജീവിതം തുടക്കത്തിൽ തന്നെ, അതായത് നമ്മൾ കുഞ്ഞു പ്രായത്തിലിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞു മക്കളെ വളർത്തുമ്പോൾ വെറുതെ അങ്ങ് ഒരു പ്രസവിച്ചത് കൊണ്ട് വളർത്തുന്നു എന്നൊരു ധാരണ ഒരമ്മയ്ക്കും ഉണ്ടാവരുത്. എത്ര സമയമില്ലെങ്കിലും ഞാനൊന്ന് വേദനയോടെ ചോദിക്കുകയാണ്, നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്ത്, ഇപ്പോഴത്തെ ഈ പുതിയ യുഗത്തിൽ മക്കളെ ഒന്ന് താലോലിച്ച് സ്നേഹിച്ച് ഒരു നല്ലൊരു താരാട്ടിൻ്റെ 4 പാട്ട് പാടിക്കൊടുത്ത് മക്കളുടെ നെറ്റി മുതൽ പാദം വരെ ഒന്ന് ഉമ്മ വെച്ച് തൊട്ട് തലോടി സ്നേഹിച്ച് ആ കുഞ്ഞിൻ്റെ ചന്തിയിലൊന്ന് പതുക്കെ തട്ടി ഒരു താരാട്ട് പാട്ട് പാടിക്കൊടുത്ത് അതിനെ സുഖിപ്പിക്കുന്ന, അതിനെ ആത്മനിർവൃതിയിലെത്തിക്കുന്ന എത്ര അമ്മമാരുണ്ട്. അവർക്ക് ആർക്കും, ഒരു മക്കൾക്കും, ഞാൻ എൻ്റെ മക്കളുടെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അവർക്കെല്ലാവർക്കും ജോലിയുണ്ട്, ജോലി തിരക്കുണ്ട്. അങ്ങനെ ആവുമ്പോൾ എല്ലാ തിരക്കിനിടയിലും അങ്ങനെ അവർക്ക് അവഗണിക്കാൻ പറ്റുന്നത് സ്വന്തം നൊന്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾ തന്നെയാണെന്നാണ് പലരും മനസ്സിലാക്കേണ്ടത്. ആരുടെ മനസ്സിലും, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ മനസ്സിൽ, ആരുടെ മനസ്സിലും ഒരു നല്ല താരാട്ടുപാട്ടില്ല. ഒരു താരാട്ടുപാട്ട് പാടി ഉറക്കുമ്പോൾ ആ കുഞ്ഞുകുട്ടിയുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങളാണ്. ആ കുഞ്ഞിൻ്റെ ജീവിതം അവിടെ ആ താരാട്ടിലൂടെ തന്നെ പാകപ്പെടുത്തും എന്ന് നമ്മൾ എല്ലാവരും അറിയണം. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിൽ ഒരു നല്ലൊരു താരാട്ടുപാട്ട് ഓർമ്മയുണ്ട്. പക്ഷേ ഈണം എനിക്കില്ലെന്ന് ഞാൻ എപ്പോഴും പറയാണ്ടെങ്കിലും എനിക്ക് പാടണം എന്ന് തോന്നുന്ന ഒരു താരാട്ട് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കാം. എങ്കിലും ഒരു നല്ലൊരു താരാട്ടുപാട്ട് കേൾക്കുമ്പോഴുള്ള സുഖം നിങ്ങൾക്കെല്ലാവർക്കും, ചിലപ്പോൾ പലർക്കും നല്ല രാഗത്തോടെ അത് പാടാൻ അറിയാമായിരിക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം ഈ താരാട്ടുപാട്ട്. എങ്കിലും ഞാനിങ്ങനെ പാട്ട് ചിലപ്പോഴെല്ലാം നല്ല പാട്ട് വരുമ്പോൾ പാടണമെന്ന് തോന്നാറുണ്ട്. പക്ഷേ രാഗത്തിൽ പാടാൻ എനിക്ക് അറിയില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമെങ്കിലും എനിക്ക് പാടണമെന്ന് തോന്നിയാൽ ഞാൻ പാടും. ബോറടിക്കുന്നെങ്കിൽ ക്ഷമിക്കുക. താരാട്ടുപാട്ടാണ്, എല്ലാവരും കേൾക്കണം. എല്ലാ അമ്മമാരും കേട്ട് തന്ന നമ്മുടെ അവനവൻ്റെ കുഞ്ഞുമക്കളിലേക്കൊന്ന് പാടി നോക്കൂ. ആ പാട്ടിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒന്ന് മനസ്സിലാക്കി ഒന്ന് പാടി നോക്കൂ. ഒരമ്മ എന്താണ്, ഒരു കുഞ്ഞെന്താണ് എന്ന് അതിൽ നമ്മൾ കേൾക്കും. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പിയാണീ അമ്മ. കൈവളയിൽ കാൽത്തളയിൽ കിലുകിലെ നീ കളിയാടി വരുന്നേരം കാതോർത്തിരിക്കാറുണ്ടീ അമ്മ, കാതോർത്തിരിക്കാറുണ്ടീ അമ്മ.
പിച്ചാ പിച്ചാ വെച്ചു നടക്കും കൺമണിയേ, എൻ മിഴിയിലെ കൃഷ്ണമണി നീയേ, എന്നിലെ കണ്ണിലെ കൃഷ്ണമണി നീയേ. മുത്തേ മുത്തേ കൺമണി മുത്തേ, നിനക്കെന്നുറങ്ങിടാനൊരു ചിപ്പിയാണിയമ്മ. ശരിക്കും നല്ല താരാട്ടുപാട്ടല്ലേ? ശരിക്കും അതേ, ഒരമ്മ ആരാണ്, ഒരു ചിപ്പിയാണ്. നമ്മൾ അർത്ഥം മനസ്സിലാക്കി നോക്കൂ. ആ പാട്ടിൻ്റേതായ ആ സൗന്ദര്യം നല്ല ഭംഗിയെ പാടിയാൽ എന്ത് മനോഹരമായൊരു പാട്ടാണെന്നറിയാമോ? ഒരു താരാട്ടുപാട്ടാണത്. ഒരമ്മ ഒരു കുഞ്ഞിലേക്ക് എത്തിക്കേണ്ട മനോഹരമായ ഒരു താരാട്ടുപാട്ട്. അങ്ങനെ ഒരു പാട്ട് പാടി കുഞ്ഞിനെ ഉറക്കുമ്പോൾ ആ കുഞ്ഞിനുണ്ടാകുന്ന സുഖം എന്താണ് എന്ന് ഓരോ അമ്മയും അറിയണം. ഒരു മാതൃഹൃദയം അറിയണം ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കാൻ. അങ്ങനെ പാടി ഉറക്കിയാൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അവർ വിജയം തന്നെ കൈവരിക്കും എന്ന് മറന്നു. എന്ത് വന്നാലും, എന്ത് സഹിക്കേണ്ടി വന്നാലും അവരുടെ ജീവിതത്തിൽ അത് വെറും വ്യർത്ഥമായി പോവുകയില്ല. ആ താരാട്ടുപാട്ടിൻ്റെ സുഖം, അതിൻ്റേതായ ആ താരാട്ടുപാട്ടിലൂടെ ആ കുഞ്ഞു മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത നല്ല വിത്ത് അവിടെ മുളച്ച് വിലസി സുന്ദരമായ ഒരു സസ്യമായി, ഒരു പുഷ്പിക്കുന്ന സസ്യമായി തന്നെ വളരും എന്ന് മറന്നു പോകരുത്. അപ്പോൾ ഞാൻ കഥയിൽ പറഞ്ഞ നമ്മളുടെ റിച്ച്മണ്ട് എന്ന വ്യക്തി വളരെ സംശയാലുവായിരുന്നെന്നും ആ മനുഷ്യൻ്റെ സംശയത്തിനുള്ള ഒരു ഉദാഹരണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം റിച്ച്മണ്ടിൻ്റെ മാത്രം കുത്തകയാണ് എന്ന് ഒരു മനുഷ്യരും വിശ്വസിക്കേണ്ട. എല്ലാ മനുഷ്യരിലും സംശയരോഗം ഉണ്ട്. നമ്മൾ ഓരോരുത്തരിലും നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരുന്ന സാഹചര്യത്തിലൂടെ സംശയരോഗങ്ങൾ പല വിധത്തിൽ, പല വേഷത്തിൽ, പല ഭാവത്തിൽ വന്നു ചേരും. അപ്പോൾ അതിനെ തരണം ചെയ്യാനുള്ളൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം. ഓരോരുത്തരും ഇങ്ങനെ സംശയരോഗികളാകുമ്പോൾ അതെല്ലാം ഇട്ടെറിഞ്ഞു പോയി കഴിയുമ്പോൾ ജീവിതം പാഴായിപ്പോവും. റിച്ച്മണ്ട് എന്ന വ്യക്തി ശരിക്കും സംശയരോഗി തന്നെയായിരുന്നു. അത് റിച്ച്മണ്ടിൻ്റെ മാത്രം കുത്തകയല്ല. ഈ പറയുന്ന എൻ്റെ ജീവിതത്തിലും എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ചില രോഗങ്ങളുടെ ആ ഒരു വിഷമം, വേദന ഞാൻ ഇതിലൂടെ എത്തിക്കും. പക്ഷേ അതെൻ്റേതാണെന്ന് പറയാനോ അത് വേറൊരാളിൻ്റേതാണെന്ന് പറയാനോ ഉള്ള ഉത്തരവാദിത്തം എനിക്കില്ല. കാരണം അത് വളരെ മോശമാണ്. പക്ഷേ റിച്ച്മണ്ട് എന്ന വ്യക്തിയിലൂടെ സംശയരോഗം എന്ന ആ ഒരു അവസ്ഥയെ പല ഭാവത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. സ്വീകരിക്കണം. കാരണം ഓരോ മനുഷ്യരിലും ഇങ്ങനെ സംശയഭാവങ്ങൾ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എല്ലാവർക്കും ഒന്നും അറിയും. ഇപ്പോൾ സംശയരോഗം ഉണ്ട് എന്ന കാര്യം പലർക്കും അറിഞ്ഞേകൂടാ. അതുകൊണ്ട് ഓരോന്നും ഇങ്ങനെ പറയുമ്പോൾ ആവശ്യമായി തോന്നുന്നെങ്കിൽ, ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനെ മനസ്സിൽ വെച്ച് പറ്റുന്നവർക്കെല്ലാം പറഞ്ഞു, ഇതൊരു ഇങ്ങനെയുള്ളതെല്ലാം സംശയരോഗങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ റിച്ച്മണ്ടിൻ്റെ ഭാര്യ ഗർഭിണിയാണ് മറിയത്തിന് പല പല ആഗ്രഹങ്ങളുണ്ട്. മറിയത്തിൻ്റെ വീട്ടിൽ പോയി താമസിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ റിച്ച്മണ്ട് ആ ഭാര്യയെ ലഭിച്ച ഒരു വലിയ രഹസ്യം, പരമമായ രഹസ്യം, തെറ്റായ ഒരു രഹസ്യം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്, ഷെയർ ചെയ്യാൻ പോവുകയാണ്. കാരണം അതെല്ലാവരും അറിയണം. അപ്പോൾ മറിയം ചോദിച്ചു, എന്നെ ഒന്ന് അമ്മയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടാക്കുമോ? എനിക്കവിടെ കുറച്ച് ദിവസം റെസ്റ്റായി ജീവിക്കണം എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ ഉത്തരം കേട്ടുകൊള്ളൂ. ഒരു പെണ്ണ് ഗർഭിണിയായി കഴിയുമ്പോൾ ആ ഒരു ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന് കണ്ണും മൂക്കും നാക്കും ചെവിയും എല്ലാം നല്ലതുപോലെ കൃത്യമായും വ്യക്തമായും യഥാസ്ഥാനത്തും വളരണമെങ്കിൽ ഭർത്താവെന്ന വ്യക്തിയും ഭാര്യ എന്ന വ്യക്തിയും എപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ആ കുഞ്ഞിൽ ഒന്നും വളരുകയില്ല. വെറും മാംസപിണ്ഡമായി മാത്രമേ കുഞ്ഞിനെ പ്രസവിക്കാൻ നിനക്ക് പറ്റുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരുമിച്ച് തന്നെ ജീവിക്കണം. മാത്രവുമല്ല, നീ അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും നിന്നെ വന്ന് പറഞ്ഞു പറ്റിക്കും. എന്തേ, നിൻ്റെ കുഞ്ഞിന് അവയവങ്ങൾ വേണ്ടേ എന്ന് പറഞ്ഞു പറ്റിക്കും. ആ ഒരു പറ്റിപ്പിലൊന്നും പെട്ടുപോകരുത് എന്ന് എത്ര തന്മയത്വമായി വളരെ സ്നേഹത്തോടെ ആ മനുഷ്യൻ, ചിലപ്പോൾ അയാൾക്കും അങ്ങനെ ആയിരിക്കും, വിശ്വാസം അറിഞ്ഞുകൂടാ. എന്നാലും അങ്ങനെ
ഒരു കാര്യം തന്മയത്വമായി ഭാര്യയെ എവിടെയും വിടാതെ ആരെയും കാണിക്കാതെ കൊണ്ട് നടക്കണം എന്ന ആ ഒരു മോഹം. അവൾ ഭാര്യ ആരുടെങ്കിലും മിണ്ടിപ്പോയാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്നൊരു ഭയം ഈ റിച്ച്മണ്ടിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ വലിയ ഭീകരമായ തെറ്റായ സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മറിയത്തിന് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അവൾ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുകയില്ല. റിച്ച്മണ്ടിനെ അനുസരിച്ചില്ലെങ്കിൽ അവൾക്ക് ഒരിക്കലും ഒരു ജീവിതം മുമ്പോട്ട് നല്ലതുപോലെ കൊണ്ടുപോകാൻ പറ്റുകയില്ല തന്നെ അവൾക്കറിയാം. അങ്ങനെ ആ ഒരു ഗർഭാവസ്ഥയുടെ ആലസ്യാവസ്ഥയിലും അവൾ ഭർത്താവിന് എപ്പോഴും കീഴടങ്ങി തന്നെ അവിടെ ജീവിച്ചു. അവൾക്ക് വിഷമമുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. എന്നിട്ടും അവൾ അത് ഭർത്താവിനെ അനുസരിക്കുകയാണ് ചെയ്തത്. കാരണം അവിടെ അവൾ ആഗ്രഹിച്ചത് ഒറ്റ കാര്യം മാത്രമാണ്, ഒരു ജീവിതം. ആ ഒരു ജീവിതം നല്ലതായാലും ചീത്തയായാലും ഞാൻ ജീവിച്ചു തീർക്കണം. ഞാൻ നല്ലതുപോലെ അനുസരിക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്ന് മറിയം വിശ്വസിച്ചു. അതുകൊണ്ട് മറിയം ഒന്നും പറഞ്ഞില്ല, റിച്ച്മണ്ടിനെ അനുസരിച്ചു. എല്ലാ ജോലിയും ശരിക്കും നല്ല വിഷമാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവൾ കണക്കാക്കിയതില്ല. റിച്ച്മണ്ടിനെ സ്നേഹിക്കണം, അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കണം എന്നെല്ലാം മാത്രമേ അവൾക്കുണ്ടായിരുന്നു. കാരണം പാറ വെട്ടുന്ന ആളാണ്. ശരിക്കും നല്ല അധ്വാനമുള്ള ജോലിയാണ് അത്. മറിയത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് മറിയം അയാളെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ജീവിതം ഇനിയും ഒരുപാട് സംശയരോഗങ്ങൾ പറഞ്ഞു തരാനുണ്ട്. പക്ഷേ ഈ ഒരു സംശയരോഗം എല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനെയൊരു സംശയം, ഇങ്ങനെ ഒരു ഭാവം ആ മറിയം എന്ന കുട്ടിയിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ രണ്ടുപേരും ചിലപ്പോൾ അറിയാത്തവരായിരിക്കാം. എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും മക്കളിലേക്ക് ഗുരുദേവൻ്റെ പിണ്ടനന്ദി എത്തിച്ചു കൊടുക്കണം. അത് ഒരു ഭ്രൂണം ഒരു ഗർഭാവസ്ഥയിൽ എങ്ങനെ വളരുന്നു എന്ന് ഭംഗിയായി പ്രതിപാദിക്കുന്ന, എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഗുരുദേവൻ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അത് ഒരു ഹിന്ദുവിൻ്റെയോ ഒരു മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ തത്വമല്ല, ഈ ലോകത്ത് വസിക്കുന്ന എല്ലാ മനുഷ്യരുടെയും തത്വമാണ്. അത് മനസ്സിലാക്കി അതെങ്ങനെയാണ് വളരുന്നതെന്നും അതിനാരാണ് ആഹാരം കൊടുക്കുന്നതും അതിനാരാണ് അവയവങ്ങൾ ഓരോന്നും വെച്ച് പിടിപ്പിക്കുന്നതും എന്നുമൊക്കെ ഭംഗിയായി മനോഹരമായി പറഞ്ഞ ഗുരുദേവന് നമുക്ക് എപ്പോഴും പ്രണമിക്കണം. അത് ഒരു ജാതിയുടേതല്ല, ഒരു മതത്തിൻ്റേതല്ല, ഒരു നിറത്തിൻ്റേതല്ല. നമ്മൾ ബുദ്ധിയുള്ള മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കുക. നമ്മുടെ ഞാനൊരു പ്രസംഗം കേട്ടിരുന്നു, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ എന്തുകൊണ്ട് ഗുരുദേവൻ്റെ ഉദ്ബോധനങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു പാഠം തയ്യാറാക്കുന്നില്ല? ശരിക്കും അത് ശരിയാണ്. എല്ലാ കുട്ടികളും കേൾക്കുന്നുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ. പക്ഷേ അതെന്താണ് ഏതാണ് എന്ന് കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മളെ കുട്ടികളെ നമ്മൾ നല്ലതായി പഠിപ്പിക്കുന്നത് എന്ന് ഒരു മുസ്ലിം മൗലവിയുടെ പ്രസംഗം ഞാൻ കേട്ടൊരു നല്ല പ്രസംഗമായിരുന്നു. അദ്ദേഹം അവസാനം പറഞ്ഞത് മനുഷ്യനാരാണ് എന്നാണ്. അതായത് പുരുഷാകൃതി പുണ്ട ദൈവമോ നരദിവ്യാകൃതി പുണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നഭിമുത്തുരത്നമോ. അതെല്ലാമാണ് മനുഷ്യരും ഗുരുവും എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം. ശിവനും കൃഷ്ണനും നമ്മൾ ക്രിസ്തുവും മുഹമ്മദ് നബിയും എല്ലാം ഒന്നാണ്. മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മളുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ബോധം ഉണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ്. ഇനി ഞാൻ നിങ്ങളിലേക്ക് ജനറൽ നോളജ് പറയുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പറഞ്ഞില്ല. നമ്മൾക്ക് ഇന്ന് രണ്ട് പുസ്തകങ്ങൾ എന്താണെന്ന് പറയാൻ പോവുകയാണ്. ബ്ലൂ ബുക്ക് എന്ന് പറയുമ്പോൾ, ബ്ലൂ ബുക്ക് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കറിയണം, അതായത് ഒഫീഷ്യൽ റിപ്പോർട്ട് ഓഫ് ബ്രിട്ടൻ്റെ ഒഫീഷ്യൽ റിപ്പോർട്ടിനാണ് ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ഇറാൻ ആൻഡ് ഇറാഖ് എന്നല്ല, ഒഫീഷ്യൽ ഇറ്റലി ആൻഡ് ഇറാൻ അതിൻ്റേതായ പുസ്തകം ഗ്രീൻ ബുക്കാണ്. കുട്ടികൾ അറിഞ്ഞിരിക്കുക, ചെറിയ അറിവുകൾ എപ്പോഴും നല്ലതാണ്. ഒരറിവും ചെറുതല്ല. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.